തൽബീന ഈ ഒരു ഫുഡ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പുറത്ത് പോയ ടൈമിൽ അവിടെ ഒരു അറബ് ലേഡി ഈ ഒരു തൽബീന വിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അവരുടെ അടുത്ത് നിന്ന് ഈ ഒരു തൽബീന ടേസ്റ്റ് ചെയ്തു. നമുക്ക് നല്ല ടേസ്റ്റ് തോന്നിയപ്പോൾ നമ്മളിതാ ഈ ഒരു പോട്ടിൽ അതിൻ്റെ പൗഡറാണ് അവർ വിൽക്കുന്നത് കേട്ടോ. തൽബീന നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തന്നതായിരുന്നു. അങ്ങനെ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് ഈ ഒരു പൗഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഇത്രത്തോളം ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ചായിട്ടോ വാങ്ങിച്ചിട്ട്. ഇപ്പോഴാണ് ഞാൻ ഈ വീഡിയോസിലൊക്കെ ഈ ഒരു തൽബീനെ കുറിച്ച് അറിയുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സജസ്റ്റ് ചെയ്ത ഫുഡാണ് അത്രേ. അതുപോലെ ഇത് രോഗികൾക്ക് സമാധാനം ലഭിക്കാനും അവരുടെ വേദനകളും പ്രയാസങ്ങളും കുറയ്ക്കാനൊക്കെ ഇത് സഹായിക്കുമെന്ന് ഹദീസിലുണ്ട് അത്രേ. അപ്പോൾ നമുക്ക് ഈ ഒരു തൽബീന എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണ് ബാർലി പൗഡർ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ 3 ടേബിൾ സ്പൂണ് പൊടിയിലേക്ക് ഒരു 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്കിത് ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇത് നമ്മൾ കുറുക്കിയെടുക്കുമ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായ ഇതുപോലെ കുത്തിയിട്ട് ഇട്ടെടുക്കുന്നുണ്ട്. നമ്മളൊരു 5 മിനിറ്റ് ഇതുപോലെ കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ഹണിയാണ് കേട്ടോ ഇവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഡേറ്റ്സ് വേണമെങ്കിലും ഇത് കുക്ക് ചെയ്യുന്ന ടൈമിൽ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കാഷ്യൂം ബദാമും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ തൽബീന ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബാർലി പൗഡറോ അല്ലെങ്കിൽ ബാർലി സോക്ക് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇതുണ്ടെങ്കിൽ ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ.